ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ സമോസയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സമോസയ്ക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ എള്ള് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി സമോസയ്ക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 പീസ് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഓരോ ഉരുളയും മൈദയിലിട്ടിട്ട് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് പരത്തിയെടുക്കാം. നല്ല കട്ടിയോടെ പരത്തരുത്, അത്യാവശ്യം കനം കുറച്ചിട്ട് പരത്തിയെടുക്കണേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ചിക്കൻ സമോസ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇത് കനം കുറച്ച് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടേ. ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് 2 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഷീറ്റിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇതായി ഷീറ്റിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. ഈ 2 അറ്റവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് നിറയ്ക്കുന്ന സമയത്തേക്ക് അത് പുറത്തേക്ക് പോരും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 ടീസ്പൂൺ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതാ ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ശേഷം ഈ 2 അറ്റവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു 1 വീക്കൊക്കെ കേടുകൂടാതിരുന്നോളും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് ഓരോന്നും നന്നായി തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ഇത് സമൂസയുടെ ഒരു സൈഡെല്ലാം മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. കണ്ടോ, 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ സമോസ റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി സമോസ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.